ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു സ്നാക്സ് ആണ്. നല്ല മഴയുണ്ട്, പറഞ്ഞാൽ കേട്ടില്ലല്ലോ, ഒന്നും കേട്ടില്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് ബ്രെഡ് ഉണ്ട്, മൈദ ഉണ്ട്, അതുപോലെ തന്നെ മുട്ടയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഓയിൽ അല്ലാത്ത എന്ത് സ്നാക്സ് വേണമെങ്കിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറേ നേരം വരുന്നുണ്ട്. സൗണ്ട് ചിലപ്പോൾ ഞാൻ കുറക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഓയിൽ അല്ലാത്ത എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. എവിടേക്കോ യൂട്യൂബിൽ കണ്ട ഒരു പരിചയം വെച്ചിട്ട് എവിടെ ഒന്നും ഓർമ്മയില്ല. അത് വെച്ചിട്ട് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ മൈദ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എത്ര സ്പൂണാന്ന് വെച്ചാൽ ഒരു സുമാറ് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നൊരു അരക്കപ്പൊക്കെ ഉണ്ടാവും. ഇത് അത്യാവശ്യം വലിയ സ്പൂണാണ്. നമ്മളിവിടെ ഹെൽപ്പറൊക്കെ ഉണ്ട്. ഹെൽപ്പറെ പേരൊന്ന് പറയൂ. കിച്ചു. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് കിച്ചു. ഇയാണോ കിച്ചു? ഓക്കെ, ഇനി ഞാൻ 2 മുട്ട ഇടുന്നുണ്ട്. കൈയെടുക്കും. ഓ നോ, അയ്യോ. ഓക്കെ, 2 എണ്ണം. ഇളക്കല്ലേ, ഒരു മിനിറ്റ്. ഓ, ചില സമയത്ത് മര്യാദ പൊട്ടില്ല. ഇനി നമുക്കൊരു നുള്ള ഉപ്പും കൂടെ, അതായത് മധുരം ബാലൻസ് ചെയ്യാൻ ഏത് പാൽപ്പായസത്തേക്ക് പോലും ഉപ്പ് ഇടേണ്ടതാണ്. സോ അതുകൊണ്ട് ഇതിലോട്ടും ഇനി പഞ്ചസാര പാകത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഏതാണ്ട് 5 സ്പൂണ് മധുരത്തിനനുസരിച്ച്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടത് പാലാണ്. പാലില്ലെങ്കിൽ കുഴപ്പമില്ല, ശുദ്ധമായ പച്ചവെള്ളം ഉണ്ട്. ഇപ്പോൾ പച്ചവെള്ളം കുറേ ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇളക്കൂ മകനെ, ഇളക്കൂ. ഇനി സിമെൻ്റ് എങ്ങനെയാണ് ഇളക്കുന്നത്? നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണ്ട, അതായത് നല്ല ലൂസിൽ വേണം. കാരണം അത് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണം ഉണ്ടോ? ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണ്ട, അതായത് നമ്മൾ ഓയിലല്ല പൊരിക്കുന്നത്. അപ്പം നല്ല തിക്കുള്ള കൺസിസ്റ്റൻസി വേണ്ട. നമുക്ക് ഇതിലൊന്നിങ്ങനെ കയ്യെടുക്കാം. കണ്ടോ, ഈ ഒരു അത്യാവശ്യം നല്ല ലൂസ് വേണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു നുള്ള വാനിലേൻ്റെ എസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഓവർ വേണ്ട, കുറച്ച് മതി. അല്ലെങ്കിൽ ഏലക്കായ ആയാലും നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു എന്നും കൂടെ ബെറ്റർ ഏലക്കായ ആയിരിക്കും. മിക്സ് കിച്ചോ ഞാൻ ഇട്ടു ചിപ്പോ. എങ്ങനെ തിന്നോക്കെ, എങ്ങനെ ഉണ്ട് നോക്ക്. അത് മുറിച്ച് ഓക്കെ, എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ?